Hi everyone, welcome back to my channel Angel Creations. In today's class, we will be mainly discussing on two types of nouns that are common noun and proper noun. എന്താണ് കോമൺ നൗണും എന്താണ് പ്രോപ്പർ നൗൺ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോമൺ നൗൺ, കോമൺ എന്ന വാക്ക് കേട്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ, കോമൺ ആയിട്ടുള്ള സാധാരണമായിട്ടുള്ള അല്ലേ ഒരു വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഒരു ആൾക്കാർക്ക് പേരുകൾക്കൊക്കെ നമ്മൾ സാധാരണയായിട്ട് വിളിക്കുന്ന പേരുകൾ. ഫോർ എക്സാമ്പിൾ ബോയ്, ഗേൾ. ഇതെന്താണ് സാധാരണയായിട്ട് നമ്മൾ ആൺകുട്ടികളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ വിളിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വാക്ക് അല്ലേ. ഇനി പ്രോപ്പർ നൗൺ എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ അത് പെർട്ടിക്കുലർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരാൾക്കുള്ള പേര്, അതിനെയാണ് നമ്മൾ ആൾക്കാർക്കോ അല്ലെങ്കിൽ സ്ഥലങ്ങൾക്കോ ഉള്ള പേരുകളെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബോയ്, ബോയ് എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ നൗൺ എന്തായിരിക്കും? ആ കുട്ടിയുടെ പേര്, ശരിക്കുള്ള പേര് അല്ലേ. അതെന്താണ്? എനി നെയിം, രാഹുൽ എന്നോ രാജ് എന്നോ എന്തെങ്കിലും ഒരു പേര്. ഓക്കെ, കോമൺ പേര് എന്താണ്? എല്ലാവർക്കും നമ്മൾ കോമൺ ആയിട്ട് പറയുന്നൊരു വാക്കാണ് അല്ലേ. എല്ലാവർക്കും നമ്മൾ പൊതുവെ പറയുന്ന ഒരു വാക്ക്, അതായത് ആൺകുട്ടികളെ പൊതുവെ നമ്മൾ ബോയ്സ് എന്നും പെൺകുട്ടികളെ പൊതുവെ നമ്മൾ എന്താ പറയുക, ഗേൾസ് എന്നും പറയും അല്ലേ. പക്ഷെ ആ ഒരു കുട്ടീനെ പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയണമെങ്കിൽ എന്തറിയണം? ആ കുട്ടിയുടെ കൃത്യമായിട്ടുള്ള പേരറിയണം, വേണ്ടേ? അതാണ് പ്രോപ്പർ നൗൺ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പേരുകൾ, നെയിംസ്. അതുപോലെ തന്നെ സ്ഥലങ്ങൾ, ആ സ്ഥലം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ടാവും അല്ലേ. പൊതുവെ ഞാൻ ഈ സ്ഥലത്തു നിന്നാണ് വരണതെന്ന് നമുക്ക് പറയാം, പക്ഷെ എങ്കിൽ കൂടി കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ പെർട്ടിക്കുലർ പ്ലേസിന്റെ പേര് പറയണം അല്ലേ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് തൃശ്ശൂർ എന്നാണെങ്കിൽ തൃശ്ശൂർ, കേരള. പ്രോപ്പർ നൗൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിതാണ്, നമ്മൾ പ്രോപ്പർ നൗൺസ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ഓൾവേസ് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. പ്രോപ്പർ നൗൺസ് എഴുതുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ദാറ്റ് ഈസ് നമ്മുടെ നെയിംസ് ആയിരിക്കും അത് മിക്കപ്പോഴും. നമുക്കറിയാം നമ്മുടെ നെയിംസ് എഴുതുമ്പോൾ വി ഷുഡ് യൂസ് ദ ഫസ്റ്റ് ലെറ്റർ ഇൻ ക്യാപിറ്റൽ. അതുപോലെ സ്ഥലങ്ങളുടെ പേര് എഴുതുമ്പോഴും, ഫോർ എക്സാമ്പിൾ ന്യൂ ഡൽഹി ഓർ അമേരിക്ക ഓർ ഇന്ത്യ, അങ്ങനെ സ്ഥലങ്ങളുടെ പേരൊക്കെ എഴുതുമ്പോൾ കേരള, തൃശ്ശൂർ ഒക്കെ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ആ പോയിന്റ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ കോമൺ നൗണും പ്രോപ്പർ നൗണും നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാനായിട്ട് ഒരു ആക്ടിവിറ്റി തരാം. ഞാനിവിടെ കുറേ ഒബ്ജക്ട്സ് വെക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കോമൺ ആണെങ്കിൽ കോമൺ നൗണിൻ്റെ അടിയിലും പ്രോപ്പർ നൗൺ ആണെങ്കിൽ പ്രോപ്പർ നൗണിൻ്റെ അടിയിലും ലിസ്റ്റ് ചെയ്യണം. റെഡി അല്ലേ? യെസ്, നമുക്ക് നോക്കി നോക്കാം. ലുക്ക് അറ്റ് ദിസ് വേർഡ്സ്. ഈ വാക്കുകളൊന്ന് നോക്കി നോക്കൂ. ഡിഡ് യു ഓൾ റീഡ് ദിസ് വേർഡ്സ്? ഈ വാക്കുകളൊന്ന് വായിക്കാം. ബോയ്, സിറ്റി, രഞ്ജിത്ത്, കൊച്ചി, ഇന്ത്യ, കൺട്രി. Can you all group them into common and proper noun? ഈ പറയുന്ന വാക്കുകളെ, ഈ പിക്ചറിൽ കാണുന്ന വാക്കുകളെ നമുക്ക് കോമൺ നൗണായിട്ടും പ്രോപ്പർ നൗണായിട്ടും വേർതിരിച്ചാലോ? രണ്ട് ടേബിളായിട്ട് തിരിച്ചാലോ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. Now let's check the answers. ആൻസേഴ്സ് ഒന്ന് നോക്കാം. നോക്കൂ, ഈ ടേബിൾ കാണുന്നത് കോമൺ നൗൺ, പ്രോപ്പർ നൗൺ രണ്ട് ടേബിളായിട്ട് വെച്ചിട്ടുണ്ട്. Under common noun we have boy, city and country. And under proper noun we have Ranjit, Kochi and India. So നമ്മൾ കോമൺ നൗൺ എന്താണെന്നും പ്രോപ്പർ നൗൺ ഏതൊക്കെയാണെന്നും ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോമൺ നൗണ് ബോയ് ആണെങ്കിൽ പ്രോപ്പർ നൗൺ എന്താണ് വരിക? ഒരാളുടെ പേര്, അതായത് രഞ്ജിത്ത് അല്ലെങ്കിൽ അരുൺ എന്നോ അങ്ങനെ പേര്. So today's activity is find out 5 common nouns and 5 proper nouns from your everyday life. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു 5 കോമൺ നൗണും പ്രോപ്പർ നൗണും സെലക്ട് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.